കശ്മീരിലെ കത്വയിൽ CRPF ജവാൻ വീരമൃത്യു വരിച്ചു. സൈദ ഗ്രാമത്തിലുണ്ടായ ഏറ്റുമുട്ടലിൽ വെടിയേറ്റാണ് കബീർദാസ് വീരമൃത്യു വരിച്ചത്. 2 ഭീകരരെ സുരക്ഷാ സേന വധിച്ചു. ദോദയിൽ സൈനിക ചെക്ക് പോസ്റ്റിന് നേരെ ഉണ്ടായ ആക്രമണത്തിൽ 5 സൈനികർക്കും ഒരു പോലീസ് ഉദ്യോഗസ്ഥനും പരിക്ക്. 72 മണിക്കൂറിനിടെ 3 ആക്രമണങ്ങൾ, പൊലിഞ്ഞത് 10 ജീവൻ. അതീവ ജാഗ്രതയിലാണ് കശ്മീർ. ആദ്യം റിയാസി, പിന്നെ ദോദ, ഒടുവിൽ കത്വ. പിന്നിൽ പാകിസ്ഥാൻ ആസ്ഥാനമാക്കിയ ഭീകരർ എന്ന് സൈനിക വൃത്തങ്ങൾ അറിയിക്കുന്നു. ഇന്നലെ രാത്രിയോടെ അതിർത്തി കടന്ന് കത്വയിലെ സൈദ ഗ്രാമത്തിൽ സമീപ ഗ്രാമവാസികളെന്ന വ്യാജേന നുഴഞ്ഞു കയറിയവരിൽ ആയുധങ്ങൾ കണ്ടാണ് പരിശോധനയ്ക്ക് സുരക്ഷാ സേന എത്തിയത്. ഏറ്റുമുട്ടലുണ്ടായി. പുലർച്ചെ വരെ വെടിവെപ്പ് തുടർന്നു. വെടിവെപ്പിനിടെയാണ് CRPF ജവാൻ കബീർദാസിന് പരിക്കേറ്റത്. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഏറ്റുമുട്ടലിനിടെ 2 ഭീകരരെ സേന വധിച്ചു. ആക്രമണം നടത്തിയ 3-മൻ സമീപത്തെ ഒരു ക്ഷേത്രത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇയാളെ പിടികൂടാൻ BSF അടക്കം പ്രദേശം വളഞ്ഞു. ആക്രമണത്തിൽ 2 പ്രദേശവാസികൾക്കും പരിക്കേറ്റുണ്ട്. പ്രദേശം കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് സന്ദർശിക്കും. ദോദയിൽ സൈനിക ചെക്ക് പോസ്റ്റിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. ജമ്മു കശ്മീർ പോലീസിലെ ഒരു ഉദ്യോഗസ്ഥനും രാഷ്ട്രീയ റൈഫിൾസിലെ 5 ജവാന്മാർക്കുമാണ് പരിക്ക്. 2 പേരുടെ നില ഗുരുതരം. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്ന് അവകാശം ഉന്നയിക്കുന്ന കശ്മീർ ടൈഗേഴ്സ് ഏറ്റെടുത്തിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞാ ദിവസം റിയാസിയിൽ ഭീകരരുടെ ആക്രമണത്തിൽ 9 തീർത്ഥാടകരാണ് മരിച്ചത്. 2 വയസ്സുള്ള കുഞ്ഞടക്കം. ലഷ്കർ-ഇ-തോയ്ബയുടെ ഭാഗമായ റെസിസ്റ്റന്റ് ഫ്രണ്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തെങ്കിലും ആക്രമണത്തിന് പിന്നിലുള്ളവരെ കണ്ടെത്താൻ ഇപ്പോഴും തിരച്ചിൽ തുടരുകയാണ്. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.